കേരളം ഇന്ന് രോഗാതുരമാണ്. ഏറ്റവും കൂടുതൽ രോഗികളുള്ള പ്രദേശം നമ്മുടെ കൊച്ചു കേരളമാണ്. ഇതിന്റെ പ്രധാന കാരണം ആഹാരത്തിന്റെ ആധിക്യമാണ്, ഓവർ ഈറ്റിംഗ് ആണ്. അത് അവന്റെ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നു, അവനെ നിത്യരോഗിയാക്കി മാറ്റുന്നു, അവന്റെ സുഖവും സന്തോഷവും ഇല്ലാതെയാക്കുന്നു. അതുപോലെ പാടുപെട്ടുണ്ടാക്കുന്ന പണം മുഴുവൻ മരുന്ന് മേടിക്കാൻ ചെലവഴിക്കപ്പെടുന്നു. എന്തിനധികം ആയുസ് പോലും നമ്മളെ ഇല്ലാതെയാക്കുന്നു. ഓവർ ഈറ്റിംഗ് കൊണ്ട് വരുന്നത് ഏതാണ്ട് 40ഓളം രോഗങ്ങളാണ്. പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന പ്രഷർ, ഷുഗർ, ഫാറ്റ് ലിവർ, കൊളസ്ട്രോള്, കാർഡിയാക് പ്രോബ്ലം, PCOD, കിഡ്നി പ്രോബ്ലം, ഉറക്കക്കുറവ്, ഓർമ്മക്കുറവ്, ഒബിസിറ്റി, പൈൽസ്, ഇങ്ങനെ തുടങ്ങി അനവധി രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങളിലൊക്കെ മുഖ്യ ഹേതു ആഹാരം എന്ന് പറയുമ്പോൾ ഒരു പോഷകസമൃദ്ധമായ ആഹാരമല്ല നമ്മൾ കഴിക്കണത്. നമ്മളുടെ ആഹാരത്തിന്റെ 90% ധാന്യങ്ങളാണ്, കാർബോഹൈഡ്രേറ്റ് ആണ്. അത് കലോറി മാത്രമേ പ്രദാനം ചെയ്യുള്ളൂ. അപ്പോൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പല ന്യൂട്രിയൻസും പോഷകങ്ങളും കിട്ടുകയില്ല, കാർബോഹൈഡ്രേറ്റ് അധികമാവുകയും ചെയ്യും. അങ്ങനെ അമിതമായിട്ട് ആഹാരം കഴിക്കുമ്പോഴും നമ്മൾ 90% പേരും പോഷക ദാരിദ്ര്യം അനുഭവിക്കുക എന്നൊരു വിഷയം കൂടിയുണ്ട്. ഇതുകൂടി നമ്മളുടെ ഹെൽത്ത് ഇഷ്യൂവിന് കാരണമായി തീരുന്നുണ്ട്. ആഹാരം കൂടുതൽ കഴിച്ചാൽ ആരോഗ്യം വർദ്ധിക്കും നമ്മുടെ ധാരണ. ഇത് ശുദ്ധ വിഡ്ഢിത്തമാണ്, ഇത് തെറ്റിദ്ധാരണയാണ്. ആഹാരം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഈ ആഹാരത്തെ മുഴുവൻ മാനേജ് ചെയ്യേണ്ട ചുമതല നമ്മുടെ ശരീരത്തിന് വരും. നമ്മളുടെ ലിവറിന്റെയും കിഡ്നിയുടെയും ഹാർട്ടിന്റെയും ഇൻഡസ്റ്റൈൻ്റെയും പാൻക്രിയാസിന്റെയും എല്ലാം വർക്കിങ്ങിലോട് വർദ്ധിക്കും. ഇതിന്റെ ഫലമായിട്ട് അവയ്ക്ക് തേയ്മാനങ്ങൾ ഉണ്ടാവും, അവയുടെ പ്രൊഡക്ടിവിറ്റി കുറയും, അത് രോഗാതുരമായി തീരും. ഇങ്ങനെയാണ് നമ്മളും രോഗിയായി തീരണത്. ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ വയറ് നിറച്ച് ബിരിയാണി കഴിച്ചു, അല്ലെങ്കിൽ അങ്ങനെ കട്ടിയുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം വരും, ഒരു മയക്കം, ഒരു തളർച്ച വരും, ചിലർക്ക് കിടന്ന് ഉറങ്ങാൻ തോന്നും. അതിന്റെ കാരണം നമ്മൾ കഴിച്ച് ആഹാരം ദഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിന്റെ ഊർജ്ജം ചെലവഴിക്കുന്നുകൊണ്ടാണ്. നീതിസാരത്തിലെ വിദ്യാർത്ഥി ലക്ഷണം പറയുമ്പോൾ പറയും, അല്പാഹാരം, വിദ്യാർത്ഥികൾ അല്പമായ ആഹാരം കഴിക്കാവുള്ളൂ എന്ന് പറയും. അതുപോലെ ബുദ്ധി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ആളുകൾ എല്ലാം ആഹാരത്തിന്റെ അളവ് കുറയ്ക്കണം. ദഹിക്കാൻ കൂടുതൽ വിഷമമുള്ള ആഹാരം കഴിച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ആഹാരം ദഹിക്കാൻ വേണ്ടി ഇൻഡസ്ട്രിയിലേക്ക് നമ്മളുടെ വയറിലേക്ക് ബ്രെയിനിൽ നിന്നുള്ള ബ്ലഡ് മുഴുവൻ ഒഴുകി വരും. ഇതിന്റെ ഫലമായിട്ട് നമ്മളുടെ ബ്രെയിനിന്റെ ഫംഗ്ഷൻ കുറഞ്ഞു പോകും. അതാണ് നമുക്ക് ഉറക്കവും മയക്കവും ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവാനുള്ള കാരണം. ഇനി ആഹാരം കഴിക്കാം, ഇപ്പൊ പഠിക്കുകയാണെങ്കിൽ പഠിച്ചതിന് ശേഷം കഴിക്കുക. അതുപോലെ കൂടുതൽ ചിന്താശേഷി ആവശ്യമുള്ള വർക്കാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ആ പ്രവൃത്തി കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കുക, അത് കുഴപ്പമില്ല. അതിനു മുമ്പ് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ബുദ്ധിപൂർവമായിട്ടുള്ള കാര്യം ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. ഇക്കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വേദങ്ങളിൽ പോലും പറഞ്ഞിട്ടുണ്ട്. ഏകഭുക്തോ മഹായോഗി, ദ്വിഭുക്തോ മഹാരോഗി, ത്രിഭുക്തോ മഹാഭോഗി എന്ന് പറയും. ഒരു നേരം വയറു നിറച്ച് ആഹാരം കഴിക്കുന്നവൻ യോഗിയും, 2 നേരം കഴിക്കുന്നവൻ യോഗിയും, 3 നേരം കഴിച്ചാൽ അവൻ ഭോഗിയായിത്തീരും, ദ്രോഹിയായിത്തീരും, അവന്റെ ശരീരത്തെ തന്നെ ദ്രോഹിക്കുന്നവനായി തീരുമെന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇതാണ് വേദസംബന്ധമായിട്ടുള്ള ആഹാരം. 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വച്ചിട്ടുള്ള വേദകാലത്ത് പോലും നമ്മളെ ഭാരതീയക്കാർ അറിഞ്ഞിരുന്നു. വേദങ്ങളിൽ പോലും ഉപദേശിക്കുന്നത് 2 നേരം ആഹാരം കഴിക്കാനാണ്. സായം പ്രാതം മനുഷ്യാണാം അശനം വേദ നിർമ്മിതം ന അന്തരേ ഭോജനം കുര്യാത്. 2 നേരം മാത്രമേ ആഹാരം കഴിക്കാവുള്ളൂ, മൂന്നാമത് കഴിക്കരുതെന്ന് പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും ഒക്കെ 2 നേരം മാത്രമേ ഇപ്പോഴും ആഹാരമുള്ളൂ. ഗുരുവായൂർ, ശബരിമല പോലുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം രാവിലത്തെ ആഹാരം ഉച്ചയാകുമ്പോഴാണ് കഴിക്കുന്നത്. 2 നേരം അവർക്ക് ആഹാരം കഴിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ബുദ്ധി ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഉരുക്കഴിക്കണമെങ്കിൽ ഓർമ്മശക്തി നിലനിൽക്കണം. അപ്പോൾ വയറിൽ ആഹാരം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അത് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് 2 നേരമാണ് ഇവരൊക്കെ ആഹാരം കഴിച്ച് മുമ്പോട്ട് പോകുന്നത്. ആധുനിക കാലത്തും അത് കണ്ടെത്തിയിട്ടുണ്ട്. 2016 നേബൽ പ്രൈസ് ഈ വിഷയത്തിലാണ്. ഓട്ടോഫോജിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മളുടെ ഉദരത്തില് 15 മണിക്കൂറിൽ കൂടുതൽ ആഹാരം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ശരീരത്തിന് റെസ്റ്റ് കിട്ടും. അപ്പോൾ ശരീരത്തിലെ
വാർദ്ധക്യം വന്ന കോശങ്ങളെ അതുപോലെ ശരീരത്തിന്റെ ദോഷകരമായ വസ്തുക്കളെല്ലാം നമ്മളുടെ സെല്ലുകൾ തന്നെ ആഹരിക്കും. അതാണ് ഓട്ടോഫോജി എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ വ്രതങ്ങൾ നോക്കിയിരുന്നത്. വ്രതത്തിന്റെ പ്രധാന ചടങ്ങ് ആഹാരം കുറയ്ക്കുക എന്നുള്ളതാണ്. വലിയ പ്രായശ്ചിത്തങ്ങളൊക്കെ ഉപവാസത്തോടു കൂടി നടക്കുന്നത്. ഉപവാസം എന്ന് പറഞ്ഞാല് സ്വയം ഭരിക്കുന്ന പട്ടിണിയാണ്. നമ്മൾ അറിയാതെ ഇങ്ങനെ ആഹാരം കഴിച്ച് പോകുമല്ലോ മനുഷ്യനാവുമ്പോൾ. അങ്ങനെ കഴിച്ച് നമുക്ക് ഓവർ ഈറ്റിംഗ് ആവുമ്പോൾ മാസത്തിൽ 1-2 ദിവസം അല്ലെങ്കിൽ ആഴ്ച ദിവസം നമ്മൾ ആഹാരം ഒഴിവാക്കുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ കഴിച്ച ആഹാരം കൊണ്ട് ശരീരത്തിനുണ്ടായ പരിക്കുകളെല്ലാം നമ്മൾ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു നേരമോ അല്ലെങ്കിൽ 2 നേരമോ ആഹാരം കഴിക്കാണ്ടിരിക്കുമ്പോൾ അത് കുറയ്ക്കാൻ സാധിക്കും. ഇതാണ് ഈ ഉപവാസത്തിന്റെ അല്ലെങ്കിൽ വ്രതങ്ങളുടെ പ്രയോജനം. മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങളും ഈ ആഹാരത്തിന്റെ കാര്യത്തിൽ നമ്മളെക്കാളും കൂടുതൽ നിഷ്ഠ പാലിക്കണമെന്ന് കാണാൻ സാധിക്കും. രാത്രി ആയി കഴിഞ്ഞാൽ മിക്കവാറും സസ്തിനികൾ ആഹാരം നിർത്തും. പക്ഷികൾ ഒറ്റയാണെങ്കിൽ സന്ധ്യയാകുമ്പോൾ കൂടണയും. അതുപോലെ മുയല്, അണ്ണാൻ, കുരങ്ങ തുടങ്ങിയ മൃഗങ്ങളാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ മരങ്ങളിൽ പോയിട്ട് അഭയം പ്രാപിക്കും. അങ്ങനെ മിക്കവാറും ജീവികള് പകല് മാത്രം സൂര്യപ്രകാശത്തിൽ മാത്രമേ ആഹാരം സ്വീകരിക്കുള്ളൂ. രാത്രിയായ പിന്നെ ഇവരൊന്നും ആഹാരം കഴിക്കാതെ രാത്രി മുഴുവൻ ഉപവസിക്കുകയാണ് പതിവ്. അപ്പോൾ ശരീരത്തിന് റെസ്റ്റ് കിട്ടും. ശരീരത്തിലെ പുനർനിർമ്മാണ റീകൺസ്ട്രക്ഷൻ പ്രക്രിയ നടക്കും. ശരീരത്തിൽ ടോക്സിന് പുറന്തള്ളാൻ സാധിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന് ഒന്നും സാധിക്കണില്ല. രാവിലെ നമ്മൾ കഴിച്ച് ഇഡ്ഡലി ദഹിപ്പിച്ച് ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ ചോറ് കഴിക്കും. അത് കഴിഞ്ഞ് 4 മണിക്ക് പിന്നെ ചായയും കൊഴുക്കട്ടയും കഴിക്കും, അല്ലെങ്കിൽ ഉഴുന്നോടെ കഴിക്കും. പിന്നെ വൈകിട്ട് പിന്നെ ഓരോ പൊറോട്ടയും കഴിച്ചിട്ട് നമ്മൾ കിടക്കല്. ഈ പൊറോട്ടയൊക്കെ ദഹിപ്പിച്ച് നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോഴേക്കും ബെഡ് കോഫി കഴിക്കും. ഇങ്ങനെ നമ്മളുടെ ഇൻഡസ്ട്രീന്, നമ്മളുടെ ശരീരത്തിന്, നമ്മളുടെ ദഹനേന്ദ്രിയങ്ങൾക്ക് ഒരിക്കലും റെസ്റ്റ് കിട്ടുന്നില്ല. ഇതാണ് നമ്മളുടെ ഈ അകാല വാർദ്ധക്യത്തിന് അതുപോലെ നമ്മളുടെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണമെന്ന് കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. ആഹാരം കുറയ്ക്കുന്നുള്ള കിട്ടുന്നത് നമ്മളുടെ ആന്തരിക അവയവങ്ങൾക്ക് റെസ്റ്റ് കിട്ടുക ചെയ്യേണ്ടത്. റെസ്റ്റ് കിട്ടിയാൽ മാത്രമേ അവയ്ക്ക് പുനർനിർമ്മാണവും അതുപോലെ ക്ലീനിങ് കൃത്യമായിട്ട് നടത്താൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ യൗവനത്തെ നിലനിർത്താനും ആരോഗ്യത്തെ നിലനിർത്താനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആരോഗ്യത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആശുപത്രി പോയിട്ട് മാത്രം കാര്യമില്ല, ആഹാരത്തിന്റെ കാര്യത്തിൽ ചില നിഷ്ഠകൾ പാലിച്ചേ പറ്റൂ. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ 100 കണക്കിന് ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മൂവാറ്റ് സുഖജീവൻ നേച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സിൽ വന്നിട്ട് അനവധി ആളുകൾ ഈ ആഹാരത്തിന്റെ ശരിയായൊരു മാനേജ്മെന്റിലേക്ക് വന്നിട്ടുണ്ട്. വളരെ ഫലപ്രദമായിട്ട് നമ്മളൊരു 2 ഈറ്റ് ക്ലബും പ്രവർത്തിച്ച് വരുന്നുണ്ട്. 2 നേരം മാത്രമേ ഞങ്ങൾ ആഹാരം കഴിക്കുകയുള്ളൂ. ആഹാരത്തെ നമ്മൾ 2 നേരമായിട്ട് പരിമിതപ്പെടുത്തുന്നു. ഈ 2 നേരം കൊണ്ട് നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്ന ആഹാരം നമ്മൾ വയറ് നിറച്ച് കഴിക്കും. 3ാമത്തെ നേരത്തെ ആഹാരം നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കും. മിക്കവാറും നമ്മൾ രാത്രി ആഹാരമാണ് ഒഴിവാക്കുന്നത്. ഇങ്ങനെ വളരെ ഫലപ്രദമായിട്ട് മുമ്പ് ഞാൻ പറഞ്ഞ തരത്തിലുള്ള ഷുഗറും പ്രഷറും തുടങ്ങിയുള്ള പല രോഗങ്ങളും നമുക്ക് വളരെ ഫലപ്രദമായിട്ട് കുറച്ചുകൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ചികിത്സാ ചെലവ് ഗണ്യമായിട്ട് വെട്ടിക്കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ആരോഗ്യവും ആയുസ്സും വീണ്ടെടുക്കാനും സുഖവും സന്തോഷമായിട്ട് ജീവിക്കാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 2 ഈറ്റ് ക്ലബിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്.